അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ശബരിമല എന്ന വിഷയം സമയത്ത് നമുക്കറിയാം അതൊരു വാട്ട്ഷോട്ട് മൂവ്മെൻ്റ് ആക്കാൻ നോക്കി ചീറ്റിപ്പോയി. പക്ഷേ അവർ ഓരോ അവസരം കാത്തുകയാണ് കേരളത്തിൽ എങ്ങനെയാണ് ഇത് പടർത്താൻ സാധിക്കുക, കേരളത്തിൽ എങ്ങനെയാണ് ഇത് രാഷ്ട്രീയം വികസിക്കാൻ സാധിക്കുക. കാര്യം ശാഖയ്ക്കപ്പുറം ഏതാനും ചെറിയ ശതമാനം വോട്ടിനപ്പുറം എങ്ങനെ വ്യാപകമായത് ഹിന്ദു സമൂഹത്തിൻ്റെ അടുത്തേക്കും ഇന്ന് അവസാനത്തെ ഓർഗനൈസറിൻ്റെ ഇത് കാണിക്കുമ്പോൾ കാണുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അകത്തേക്ക് എങ്ങനെ ഇത് വ്യാപിക്കാം എന്നുള്ള പ്രശ്നമാണ് അവർ മുന്നം വയ്ക്കുന്നത്. ആ നിലയിലാണ് ഈ സിനിമയെ അവർ വളരെ കിട്ടിയൊരവസരം വെച്ച് ഉപയോഗിക്കാൻ അവർ ആ നീക്കം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യം നിരാശാജനകമായിരിക്കും BJPക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത് BJPക്ക് ബാക്ക്ലേഷ് ആവാൻ പോവുകയാണ്. കാര്യം ഇത് ഒരുപക്ഷെ കേരള സമൂഹത്തെക്കുറിച്ച് BJP ഉത്തരേന്ത്യയിലെ RSS ഓർഗനൈസർ കേരള സമൂഹത്തെ മനസ്സിലാക്കുക. കേരളത്തിലെ BJP നേതാക്കൾക്ക് അറിയാം കേരള സമൂഹം നമ്മുടെ സാമ്പത്തിക ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ സാംസ്കാരികം ഇടകലർന്നുള്ള ജീവിതമാണ്. ആ ഇടകലർന്നുള്ള ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു അപരവിദ്വേഷ രാഷ്ട്രീയത്തിന് സ്പേസ് ഇല്ല. അത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. അത് ഇനി കിട്ടാനും പോകില്ല. കാര്യം നമ്മുടെ ജീവിത സമൂഹം നമ്മുടെ ജീവിത വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതിന് വിഭജനം ഉണ്ടാക്കുക ഒരു തരത്തിലും പറ്റില്ല. അവർ ഓരോ വിഷയം ആ നിലയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ BJPക്ക് ഇത് മനസ്സിലായതുകൊണ്ടാണ് ഏറെക്കുറെ ഉദാര സ്വഭാവമുള്ള നാരായണഗുരുവിനെ കൂട്ടിയുന്ന ഒരു പുതിയ നേതാവിനെ അവർ കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്യുന്ന വിധത്തിൽ ഈ ഫ്രിഞ്ച് എലമെൻസും ഇതിൽ ഇതിൻ്റെ അകത്തുള്ള തീവ്രവാദികളും കൂടി ചേർന്ന് പുതിയ എതിരുണ്ടാക്കും. അതുകൊണ്ട് ആ ഉത്തരേന്ത്യൻ കാഴ്ചപ്പാട് കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രമല്ല, ഇത് ഒരുപക്ഷെ കേരളം എല്ലാ കാലത്തും ഹിംസയും ആക്രമണത്തേക്ക് ഭയപ്പെട്ടിരിക്കും. അതിനോട് വളരെ അതിനെ അകറ്റി നിർത്തുന്ന സംസ്കാരമാണ് കേരളത്തിൽ. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത ഒരു അനുഭവം നമ്മുടെ ഓർമ്മയിലുണ്ടോ? കേരളത്തിലേക്ക് നേരിട്ട് കടന്ന് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കൃത്യമായി അവരുടെ ഒരു മലയാളിയാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലേക്ക് കടന്നു വന്ന് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായി ഓർഗനൈസറിലൂടെ ഇടവിട്ട ഇടവേളകളിലൂടെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അയാളുടെ പിൻചരിത്രം മുഴുവൻ എടുത്ത് വിചാരണയ്ക്ക് വെച്ചുകൊണ്ടുള്ള ഈ നീക്കം നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണോ അല്ലയോ? മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ അതിന് കാരണമുണ്ട്. പൃഥ്വിരാജിനെ സംബന്ധിച്ചാൽ പൃഥ്വിരാജ് വളരെ മോഡേൺ ആയിട്ടുള്ള പുതിയ കേരളത്തിൻ്റെ ഒരു സെക്യുലർ എത്തോസ്, കേരളത്തിലെ സെക്യുലർ എത്തോസ് പ്രകടിപ്പിക്കുന്ന വളരെ ബുദ്ധിയുള്ള ഒരു സിനിമാ മേഖലയിൽ വരുന്ന ആളാണ്. മറ്റ് സിനിമാക്കാരും വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രതികരണങ്ങൾ നോക്കിയാൽ കേരളത്തിൻ്റെ സെക്യുലർ എത്തോസ് എന്ന് വിളിക്കുന്ന സാധനത്തോട് വളരെ അത് ചേർന്ന് പ്രതികരിക്കുന്ന ഒരാളാണ് എല്ലാ കാലത്തും നമ്മൾ കാണുന്ന പൃഥ്വിരാജിൻ്റെ സ്വഭാവം. അതിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അദ്ദേഹത്തിന് ആ ലിബറൽ നിലപാട് ഒരാളാണ്. ഒരു ഉദാരവാദ നിലപാടാണുള്ളത്. നമ്മൾ മുമ്പ് ജനഗണമന സിനിമയിൽ അത് കണ്ടു. ജനഗണമന സിനിമയിൽ എതിർത്താണ്. കാര്യം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കലാപം എഞ്ചിനീയർ ചെയ്യപ്പെടുന്നതും കലാപം ആസൂത്രണം ചെയ്യപ്പെടുന്നത്, അതിൽ ആരാണ് ഇരയാവുന്നത് കാണിച്ചതാണ് ജനഗണമന സിനിമ. ആ സിനിമ വിമർശിക്കപ്പെട്ടു. അതുപോലെ തന്നെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് നിലപാടുണ്ട്, CA കുറിച്ച് നിലപാടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സെക്യുലർ റിസോഴ്സ് അത് കേരള പൊതുസമൂഹം ആ കേരളത്തിൻ്റെ ഒരുപക്ഷേ ഈ സിനിമയുടെ വിജയം നമ്മൾ വേറെയിൽ കാണുന്നത് ഇത് പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും മോഹൻലാലിൻ്റെയും വിജയം മാത്രമല്ല, കേരള സമൂഹം, കേരള ബഹുഭൂരിപക്ഷ സമൂഹം, ഞാൻ പറഞ്ഞ ഇടകലർന്ന് ജീവിക്കുന്ന കേരള ബഹുഭൂരിപക്ഷ സമൂഹം വിജയിപ്പിച്ച സിനിമയാണത്. ആ സമൂഹം ഇവിടെ ഉണ്ട്. അത് ഒരു പാർട്ടിയിൽ കെട്ടപ്പെട്ട സമൂഹമല്ല, അത് പാർട്ടികൾക്ക് അതീതമായി നിൽക്കുന്ന സമൂഹം. അത് കോൺഗ്രസിൻ്റെ സമൂഹമല്ല, CPM-ൻ്റെ സമൂഹമല്ല, LDF-ൻ്റെ UDF-ൻ്റെ സമൂഹമല്ല, വലിയ വിശാലമായ സമൂഹം ഇവിടെ കേരളത്തിലുണ്ട്. ആ സമൂഹം BJPയോട് പ്രതികരിക്കാൻ പോകുന്നു. BJPക്ക് ഇത് തീരാ നഷ്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്ന കാര്യം. ഈ സിനിമയോട് കാണിക്കുന്ന തീവ്രവാദ സമീപനം കേരളത്തിലെ സാമൂഹ്യ മനസ്സാക്ഷിയാണ് ബാധിക്കാൻ പോകുന്നത്.